മനസ്സ് തുറന്ന ശ്രീജ രവി. ശ്രീജ രവി എന്ന പേരിനേക്കാൾ മലയാളികൾക്ക് സുപരിചിതം അവരുടെ ശബ്ദമാകും. അതിന് കാരണം ഒരു കാലത്ത് കാവ്യ മാധവൻ, നയൻതാര തുടങ്ങി ബേബി ശ്യാമിലി വരെയുള്ളവരുടെ ശബ്ദം ശ്രീജയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വരെ മനോഹരമായി ഡബ് ചെയ്യുന്ന ശ്രീജയെ അറിയാത്തവർ ചുരുക്കമെന്ന് തന്നെ പറയാം. 45 വയസ്സിനുള്ളിൽ 6 ഭാഷകളിൽ 2000-ഓളം സിനിമകളിൽ ശ്രീജ ശബ്ദം നൽകി. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ നിരവധി ഹീറോയിനുകൾക്ക് ശ്രീജ ശബ്ദം നൽകിയിട്ടുണ്ട്. ഇപ്പോഴിതാ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നു പറയുകയാണ് ശ്രീജ. 1989-ലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. അതിൻ്റെ പിറകിൽ ഒരു കഥയുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് കല്യാണമായിരുന്നു ഞങ്ങളുടേത്. തിരുത്തനി എന്ന അമ്പലത്തിൽ പോയി ഒരു ഒളിച്ചോട്ടം പോലൊരു കല്യാണമായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ മറ്റൊരു ഓർമ്മ പങ്കുവയ്ക്കാം. കല്യാണത്തിന് നന്നായി ഒരുങ്ങണം എന്നത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബിനിയായി ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കണം എന്നതായിരുന്നു എൻ്റെ സ്വപ്നം. ജോലി ചെയ്യുന്നതൊന്നും എൻ്റെ സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ജോലി ചെയ്തു കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ചായ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ ഒരു പൈങ്കിളി സ്വപ്നമായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് സ്ട്രോക്ക് പോലൊരു അസുഖം വന്നിരുന്നു. തലയ്ക്കെന്തോ ഭാരം വന്നതുപോലെ, ഇടതുഭാഗം അങ്ങനെ തളർന്നു പോകുന്നത് പോലൊരവസ്ഥ. അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് അന്ന് ചികിത്സിച്ചത്. 10 ദിവസം അവിടെ കിടന്നു. അത്രയും വലിയ ആശുപത്രിയിൽ ചികിത്സിക്കാനുള്ള കഴിവുണ്ടായിട്ടല്ല. അടുത്തുള്ള ആശുപത്രി അതായിരുന്നു. എന്താണ് സംഭവമെന്ന് ആർക്കും അറിയില്ല. ഞങ്ങളുടെ ഫാമിലി ഡോക്ടറെ കാണാമെന്ന് കരുതിയപ്പോൾ അദ്ദേഹം ലീവിലായിരുന്നതിനാൽ കാണാൻ പറ്റിയില്ല. സ്വകാര്യ ആശുപത്രി എത്തിയാൽ പിന്നെ അറിയാമല്ലോ, 10 ദിവസം കഴിയാതെ അവർ വിടില്ലല്ലോ. മിഡ്രൽ പ്രൊളാപ്സ് ആണ്. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, പ്രസവിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മറന്നേക്കണം. ഇനി ഇങ്ങനെ ജീവിക്കാനേ തരമുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ചെന്നൈയിലെ വലിയൊരു ന്യൂറോ സർജൻ ഡോക്ടറായിരുന്നു അത്. അന്ന് വാൽവ് റീപ്ലേസ് ചെയ്യാൻ പൈസയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴേക്കും ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ അസ്ലം യൂസഫ് എത്തിയിരുന്നു. അദ്ദേഹത്തെ പോയി കണ്ടു. എല്ലാവർക്കും വരുന്ന വളരെ സാധാരണമായൊരു അവസ്ഥയാണിത്. ചിലർക്ക് ഓവർ ടെൻഷനോ മറ്റോ കൊണ്ട് കൊളാപ്സ് ആവുന്ന സംഭവമാണിത്. മറ്റൊരു പ്രശ്നവും നിനക്കില്ല എന്നും ഡോക്ടർ പറഞ്ഞു. പിന്നീട് അതിന് മരുന്ന് പോലും ഞാൻ കഴിച്ചില്ല. ഞാൻ കല്യാണവും കഴിച്ചു, കുട്ടിയുമായി എന്ന് ശ്രീജ പറയുന്നു.